ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന 4th സെമസ്റ്ററിൻ്റെ കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് റൈറ്റ് ഇഷ്യൂ, ഏതിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ്. തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ഡു യു മീൻ ബൈ എ സ്മോൾ കമ്പനി. ആൻഡ് ഫോർത്ത് വൺ വാട്ട് ഇസ് ഷെയർ വാറൻറ്റ്. Fifth question, who is proxy? Sixth one, explain book building. Seventh one, what do you mean by quorum in meeting? Eighth question, define CSR. Ninth one, what do you mean by depository system? 10th question, what is SAT? 11th question, who is a liquidator? 12th question, explain the ordinary resolution. 13th question, what do you mean by statement in lieu of prospectus? ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് വരുന്നത് 15 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 13 വൺ സൈഡിൽ വരുന്നത്. നെക്സ്റ്റ് 14th ക്വസ്റ്റ്യനിൽ വാട്ട് ഇസ് ബോർഡ് മീറ്റിംഗ്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയേഴ്സ്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന 15 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ഉണ്ട്. ഒപ്പം തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ 16ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദ പ്രിവിലേജസ് ആൻഡ് എക്സംഷൻസ് എൻജോയ്ഡ് ബൈ പ്രൈവറ്റ് കമ്പനീസ്. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കിട്ടുന്ന പ്രിവിലേജുകൾ, അവർക്ക് മാത്രം കിട്ടുന്ന കുറച്ച് പ്രിവിലേജസും അതേപോലെ എന്തിൽ നിന്നൊക്കെയാണ് അവർക്ക് ഇളവുകൾ കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. 17ാമത്തെ ക്വസ്റ്റ്യനിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആൻഡ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ +1 കൊമേഴ്സ് പഠിക്കുന്ന ഒരു സമയം മുതൽ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ആർട്ടിക്കിൾസും അതേപോലെ തന്നെ മെമ്മോറാണ്ടവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. 18ാമത്തെ ക്വസ്റ്റ്യനിൽ ലിസ്റ്റ് ഓഫ് ദ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ബൈ കമ്പനി സെക്രട്ടറി. ഒരു കമ്പനിയുടെ സെക്രട്ടറി ആണെങ്കിൽ അവർക്ക് എന്തൊക്കെ ഡ്യൂട്ടീസാണ് അവിടെ പെർഫോം ചെയ്യാനുള്ളത്. 19ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദ ലയബിലിറ്റീസ് ഓഫ് മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രോസ്പെക്ടസ് അണ്ടർ കമ്പനീസ് ആക്ട് 2013. 2013 കമ്പനി ആക്ട് പ്രകാരം പ്രോസ്പെക്ടസിലെ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ലയബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതും ഷെയർ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നതും ഉള്ള ആ സാഹചര്യങ്ങൾ എന്താണ് ആ ഡിഫറൻസ് എന്നുള്ളത്. 21ാമത്തെ ക്വസ്റ്റ്യനിൽ CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കുന്നത്. ആൻഡ് 22ാമത്തെ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ക്ലോസസ് ഇൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ആ 6 ക്ലോസുകളാണ് അവിടെ മെയിനായിട്ട് നമ്മൾ കാണിക്കുന്നത്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലോസസ് എന്തൊക്കെയാണല്ലോ. 23ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പ് കമ്പനിയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൽ വരുന്ന ഒരു ടൈപ്പാണ് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡപ്പ് എന്ന് പറയുന്നത്. അത് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് സെക്ഷൻ എന്ന് പറഞ്ഞാലും കുറച്ച് നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു 3-4 എണ്ണമൊക്കെ നമ്മൾ, അതായത് കോർപ്പറേറ്റ് റെഗുലേഷനിൽ മാത്രമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ മുന്നേ ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ പഠിച്ച് വന്നിരുന്ന കുറച്ച് കാര്യങ്ങളും കൂടി റിപ്പീറ്റ്. അതാണ് പറഞ്ഞാൽ +1 +2 കൊമേഴ്സ് എടുത്ത കുട്ടികൾക്ക് ഒന്നുകൂടി നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നുണ്ടാവും. മറ്റുള്ള സ്ട്രീമിൽ നിന്ന് വന്നവർക്കായിരിക്കും ചെറുതായിട്ടൊരു ടഫായിട്ട് തോന്നുന്നുണ്ടാവുക. അല്ലാത്തതൊക്കെ നമുക്ക് അത്യാവശ്യം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി അതിലും ഏറ്റവും എളുപ്പമായിട്ട് ഉള്ള ഒരു പാർട്ടായിരുന്നു essay ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കാരണം 24ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഇസ് സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്താണെന്നുള്ളതും അതിൻ്റെ പവറും റോളും ആണ്. കാരണം ഇത് ബാങ്കിങ്ങിലും ഓൾറെഡി വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് പഠിച്ച് എപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ് അതിൽ വരുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു essay ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് 25th ക്വസ്റ്റ്യൻ ഡിഫൈൻ കമ്പനി മീറ്റിംഗ്. എന്താണ് കമ്പനി മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കമ്പനിയിലുണ്ടാവുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീറ്റിംഗ്സ് ഏതൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഇൻ ദ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി. കമ്പനീനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്തൊക്കെയാണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർസ്. അതാണ് ഞാൻ പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ +1 +2 കൊമേഴ്സ് പഠിച്ചൊരു കുട്ടിക്ക് അസലായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. കാരണം ഷെയർസ് എന്തൊക്കെയാണ്, ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, അതിൻ്റെ ആ ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നത്.
അത്രയ്ക്ക് ഇവിടെ ചോദിച്ചുള്ളൂ. അപ്പോൾ എങ്ങനെ പോയാലും ശരിക്കും ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് 2 എസ്സേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതിൽ സെബി ഓൾറെഡി നിങ്ങൾ ബാങ്കിങ് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് പഠിച്ച ഒരു പോർഷൻ തന്നെയായിരിക്കും. സെബിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർസൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറയുന്ന ആ ഒരു പേപ്പർ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനിയുടെയും ബിസിനസ്സിൻ്റെയും അതുപോലെ അക്കൗണ്ട്സ് റിലേറ്റ് ചെയ്തും അങ്ങനെയൊക്കെ എല്ലാറ്റിൽ നിന്നും കുറച്ച് എടുത്തൊരു പോർഷൻ തന്നെയാണ് അതിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇനിയൊരു എക്സാം കൂടിയേ ഉള്ളൂ, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, തിങ്കളാഴ്ച. അപ്പോൾ അതിന് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ആവുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ ഫുൾ വീഡിയോസ് അതിൽ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഏറ്റവും അവസാനം കഴിഞ്ഞ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എക്സാമിന് പോകുന്ന കുട്ടികൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ തന്നെ അതിൽ വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്ത് പഠിക്കുക. അതേപോലെ തന്നെ ആ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ തൊട്ട് മുന്നിലത്തെയും പിന്നിലത്തെയും ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോവുക. കാരണം മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒന്നില്ലെങ്കിൽ റിപ്പീറ്റഡോ അല്ലെങ്കിൽ അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ക്വസ്റ്റ്യൻസോ ആണ്. അപ്പോൾ ഇതുവരെയും നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായിരിക്കുന്ന കാര്യങ്ങൾ. സോ ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് അവിടെ എന്തായാലും സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അതായത് ഇതേപോലെ ഈ ഒരു പറയുന്ന കാര്യങ്ങൾ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ലാസ്റ്റ് എക്സാം കൂടി നല്ല രീതിയിലൊന്ന് എല്ലാവരും എഴുതുക. അപ്പോൾ കുറച്ച് എല്ലാ പരീക്ഷയുടെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ കണ്ടുകൊണ്ട് പരീക്ഷ എഴുതിയ ആളുകളുണ്ടെങ്കിൽ ആ ഒരു കമൻസ് കൂടി ഒന്ന് താഴെ അറിയിക്കുക. കാരണം നിങ്ങൾ തരുന്ന ഓരോ കമൻസും നമുക്ക് കിട്ടുന്ന ഒരു പ്രചോദനം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളോ ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്